നമസ്കാരം. നീന്തൽക്കുളം. ടോട്ടോച്ചാൻ സ്മരണയിൽ പ്രത്യേകം കുറിച്ചിട്ട ഒരു ദിനമായിരുന്നു അത്. കുളത്തിലിറങ്ങി നീന്തുക, അതും നൂൽബന്ധമില്ലാതെ. ആ ആദ്യാനുഭവം അവൾക്ക് എങ്ങനെ മറക്കാനാകും? അന്നേ ദിവസം രാവിലെ മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് എന്തൊരു ചൂടാ, നീന്തൽക്കുളത്തിൽ വെള്ളം നിറച്ചാലോ? ഹായ്, നിറയ്ക്കാം. ടോമോയിലെ 50 വിദ്യാർത്ഥികളും ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു. ഹോയ് ഹൂയ്. 1ാം ക്ലാസ്സുകാരനായ ടോട്ടോയ്ക്കും കൂട്ടുകാർക്കും മുതിർന്നവരെക്കാൾ ഉത്സാഹം ധൃതിയുമായിരുന്നു. സാധാരണ നീന്തൽക്കുളങ്ങൾ ദീർഘചതുരാകൃതിയിലാണ്. പക്ഷേ ടോമോയിലുള്ളത് ഒരറ്റം താരതമ്യേന ഇടുങ്ങിയത്. ചന്തമുള്ള ഒരു വെള്ളത്തിനോടായിരുന്നു അതിന് സാമ്യം. അവിടുത്തെ ഭൂമിയുടെ കിടപ്പായിരിക്കാം അതിനു കാരണം. പക്ഷേ തീവണ്ടി മുറികൾക്കും അസംബ്ലി മന്ദിരത്തിനും മധ്യത്തിലായുള്ള ആ നീന്തൽക്കുളം സാധാരണയിലേറെ വിശാലവും തെളിവുറ്റതുമായിരുന്നു. ക്ലാസ് തകർത്തു നടക്കുകയാണ്. പക്ഷേ ടോട്ടോച്ചാന്റെയും കൂട്ടുകാരുടെയും കണ്ണോട്ടങ്ങൾ ഇടയ്ക്കിടെ ജനൽ കടന്ന് തെളിമയുള്ള ജലപ്പരപ്പിൽ പതിച്ചുകൊണ്ടിരുന്നു. ജലരഹിതമായ അവസ്ഥയിൽ കരിയിലകൾ മൂടി കളിസ്ഥലം പോലെ കിടക്കുന്ന കുളമാണ് അവർ കണ്ടിട്ടുള്ളത്. അതിപ്പോൾ കഴുകി വെടിപ്പാക്കിയിരിക്കുന്നു. ജലം കുറേശ്ശെ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നീന്താൻ പാകത്തിലുള്ള ശരിയായ ഒരു കുളം. ഒടുവിൽ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയെത്തി. ആദ്യം ലേശം വ്യായാമം, പിന്നെ നീന്തൽ, മുങ്ങിക്കുളി. കുളക്കരയിൽ കൂട്ടം കൂടി നിന്ന കുട്ടികളെ നോക്കി മാസ്റ്റർ പറഞ്ഞു, അയ്യോ, എനിക്കൊരു നീന്തൽ വേഷം ഇല്ലാലോ, എന്താ ചെയ്യുക? ടോട്ടോച്ചാൻ തന്നോട് തന്നെ പറഞ്ഞു. മുമ്പൊരിക്കൽ അവൾ അച്ഛനോടും അമ്മയോടുമൊപ്പം കമാക്കുറയിൽ പോയിരുന്നപ്പോൾ നീന്താനുള്ള വേഷവിധാനങ്ങളെല്ലാം കരുതിയിരുന്നു. മാസ്റ്റർ നീന്തൽ വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നോ? അവൾ ഓർത്തു നോക്കി. നീന്തൽ വേഷത്തിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ടാട്ടോ, അവളുടെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ മാസ്റ്റർ പറഞ്ഞു. അസംബ്ലി ഹാളിലേക്കൊന്ന് ചെന്ന് നോക്കിയാട്ടെ. ടോട്ടോച്ചാൻ 1ാം തരത്തിലുള്ള മറ്റു കുട്ടികളും അസംബ്ലി ഹാളിലേക്ക് നടന്നു. അവിടെ മുതിർന്ന ക്ലാസ്സുകാരൊക്കെ ഹരം പിടിപ്പിക്കുന്ന ഒരു കുളിക്കുള്ള തയ്യാറെടുപ്പിലാണ്. ആഹ്ലാദ തിമർപ്പോടെ അവർ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ടിരുന്നു. നിശേഷം നഗ്നരായ കുട്ടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്കൂൾ മൈതാനത്തിലേക്ക് ഓടി. ധൃതിയിൽ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് 1ാം തരക്കാരും അവരെ പിന്തുടർന്നു. വെയിലത്ത് ഉടുതുണിയില്ലാതെ നടക്കുക രസകരം തന്നെ ആയിരുന്നു. ഹാളിന് പുറത്തെ പടവുകൾ ഇറങ്ങുമ്പോൾ തന്നെ കൊച്ചു ടോട്ടോയും സംഘവും അത് കണ്ടു. മറ്റുള്ളവർ വ്യായാമത്തിന് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പൂർണ്ണ നഗ്നരായി അവർ കുളക്കരയിലേക്ക് ഓടി. മിയാച്ചാന്റെ മൂത്ത സഹോദരനായിരുന്നു പരിശീലകൻ, അതായത് മാസ്റ്ററുടെ മകൻ. സമർത്ഥനായ ഒരു ജിംനാസ്റ്റി കൂടിയായി അയാൾ. ടോമോയിൽ അധ്യാപകനായിരുന്നില്ല, പക്ഷേ യൂണിവേഴ്സിറ്റി നീന്തൽ ടീമിൽ അംഗമാണ്. ടോമോ എന്നായിരുന്നു അയാളുടെ പേര്, സ്കൂളിന്റെ അതേ പേര്. ടോമോ സാൻ നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. വ്യായാമം കഴിഞ്ഞ് ചൂട് പിടിച്ച ശരീരത്തിലേക്ക് തണുത്ത വെള്ളം തെറ്റിത്തെറിപ്പിച്ച് ഇക്കിളി പൂണ്ട് നിലവിളിച്ചുകൊണ്ട് ഓരോരുത്തരായി കുളത്തിലേക്ക് ചാടി. ഇറങ്ങിയവർക്ക് വെള്ളത്തിൽ നിൽക്കാനാവുന്നുണ്ടോ എന്ന് പ്രത്യേകം നിരീക്ഷിച്ച് ബോധ്യം വന്ന ശേഷമേ ടോട്ടോച്ചാൻ കുളത്തിലേക്ക് കാലെടുത്തു വെച്ചുള്ളൂ. കുളിമുറി ചുവരുകൾക്കുള്ളിലെ ഇളം ചൂടില്ല. കൈ എത്തുന്നിടത്തെല്ലാം ജലം മാത്രം. ഹൃദ്യവും വിശാലവുമായ നീന്തൽക്കുളം, തെളിഞ്ഞ ജലപ്പരപ്പ്. പൊട്ടിച്ചിരിച്ച് കലവില കൂട്ടി വെള്ളം തെറ്റി ആൺകുട്ടികളും പെൺകുട്ടികളും, മെലിഞ്ഞവരും ചീർത്തവരും, ഉടുതുണി ഇല്ലാത്ത കുട്ടികളുടെ ഒരു പറ്റ്. ഹായ്, നീന്തൽ എന്ത് രസാ! അടക്കാനാവാത്ത ആഹ്ലാദത്തോടെ ടോട്ടോച്ചാൻ വിചാരിച്ചു. ഒരു കാര്യത്തിന് മാത്രമേ അവൾക്ക് വിഷമമുണ്ടായിരുന്നുള്ളൂ. റോക്കിക്ക് സ്കൂളിൽ വരാനാവില്ല. നീന്തൽ വേഷം ധരിക്കാതെ കുളത്തിലിറങ്ങാനാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ റോക്കയും ഒപ്പം നീന്താൻ വന്നേനെ. അക്കാര്യം അവൾക്ക് ഉറപ്പില്ലായിരുന്നു. നഗ്നരായി നീന്താൻ കുട്ടികളെ മാസ്റ്റർ അനുവദിച്ചതെന്തിന്? ചിലർ അത്ഭുതപ്പെട്ടേക്കാം. ടോമോയിൽ നീന്തൽ നിയമങ്ങളില്ലായിരുന്നു. ഒരു പ്രത്യേക വസ്ത്രങ്ങൾ കൊണ്ടുവരാം, അത് ധരിച്ചുകൊണ്ട് നീന്താം, പ്രശ്നമൊന്നുമില്ല. അതല്ല, ഇന്നത്തെ പോലെ പൊടുന്നനെ തീരുമാനിക്കുന്നുവെന്നിരിക്കട്ടെ, വസ്ത്രങ്ങൾ കരുതിയിട്ടില്ല, സാരമില്ല, വേഷം ധരിക്കാതെ കുളത്തിലിറങ്ങാം, പ്രശ്നമേയില്ല. എന്നാലും മാസ്റ്റർ എന്തിനാണിവരെ പൂർണ്ണ നഗ്നരായി നീന്താൻ അയച്ചത്?
മാസ്റ്റർക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ ശരീരഘടനയിലെ വ്യത്യാസത്തെക്കുറിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും അനാരോഗ്യകരമായ കൗതുകം വെച്ചു പുലർത്താൻ പാടില്ലെന്ന് അദ്ദേഹം കരുതി. ശരീരം പരസ്പരം മറച്ചു പിടിക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രത പ്രകൃതി വിരുദ്ധമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മനുഷ്യ ശരീരം എത്ര മനോഹരമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. അത് മാസ്റ്റർക്ക് നിർബന്ധമായിരുന്നു. ടോമോ സ്കൂളിൽ യുവാസാക്കിച്ചാനെ പോലെ പോളിയോ ബാധിച്ച കുട്ടികളും ഉണ്ടായിരുന്നു. മറ്റു തരത്തിൽ അംഗവൈകല്യം വന്നവർ, കൃശഗാത്രം എല്ലാം ഉണ്ടായിരുന്നു. അവർ ഉടുവസ്ത്രങ്ങളുടെ മറയില്ലാതെ അവയവങ്ങളുമായി മറ്റുള്ളവരോടൊപ്പം കളിക്കട്ടെ. അതവരെ ലജ്ജാശീലത്തിൽ നിന്ന് അകറ്റും. അവരിൽ അപകർഷതാബോധമുണ്ടാവാതെ സൂക്ഷിക്കും. ഇത്തരത്തിലായിരുന്നു മാസ്റ്റർ ചിന്തിച്ചത്. വൈകല്യങ്ങൾ കാരണം ലജ്ജാലുക്കളും വിമുഖരുമായി തീർന്ന കുട്ടികൾ കുറേശ്ശെ സ്വയം തിരിച്ചറിഞ്ഞ് ആനന്ദിക്കാൻ തുടങ്ങുമെന്നും താമസിയാതെ തന്നെ തങ്ങളുടെ അപകർഷാബോധത്തെ അവർ പൂർണ്ണമായി കീഴടക്കുമെന്നും അദ്ദേഹം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. മാസ്റ്ററുടെ ഈ നിലപാട് ചില രക്ഷകർത്താക്കൾക്ക് വിഷമമുണ്ടാക്കിയിരുന്നില്ല. അവർ നീന്തൽ വസ്ത്രങ്ങൾ കൊടുത്തയക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു. സ്ഥിരമായി അവ ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു അവരുടെ ധാരണ. പക്ഷേ എത്രയോ അപൂർവമായി മാത്രമാണ് കുട്ടികൾ അവ ധരിച്ചിരുന്നത്. ടോട്ടോച്ചാനെ പോലെ ഉടുതുണിയില്ലാതെ നീന്തുന്നതാണ് ഉത്തമമെന്ന് ആരംഭത്തിൽ തന്നെ തീരുമാനിച്ചവരുമുണ്ട്. വേഷം കൊണ്ടുവരാൻ മറന്നൂലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സൂത്രത്തിൽ തുണിയെടുക്കാതെ തന്നെ കുളത്തിലേക്ക് ചാടും. ക്രമേണ മിക്ക കുട്ടികൾക്കും അത് ബോധ്യപ്പെട്ടു. നഗ്നരായി നീന്തുന്നതാണ് രസം. അവർ തീരുമാനിച്ചു. നീന്തൽ വേഷം നനച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ മാത്രം അവർ ശ്രദ്ധിച്ചു. അങ്ങനെ നീന്തൽ വേഷം ധരിച്ചുണ്ടായ വെളുത്ത അടയാളം ടോമോ വിദ്യാർത്ഥികൾക്കിടയിൽ തീരെ അപൂർവമായി തീർന്നു. ക്രമേണ അവരെല്ലാം വെറിപ്പഴങ്ങൾ പോലെ തവിട്ടു നിറമുള്ളവരായി.